ഏകീകൃത കുർബാനയ്ക്ക് സിനഡ് ആഹ്വാനം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന ആവശ്യവുമായി മെത്രാൻമാർ മാർപ്പാപ്പയുടെ നിർദ്ദേശം പാലിക്കണമെന്നും മെത്രാൻമാർ വ്യക്തമാക്കി. വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നു. കിരൺ, വിശദാംശങ്ങൾ. രാജീവ്, ഈ ഞായറാഴ്ച തന്നെ ഈ ഏകീകൃത കുർബാനയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തീരുമാനം, അതായത് ഈ ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും നടപ്പിലാക്കണം എന്ന തരത്തിലുള്ള സർക്കുലറാണ് ഇപ്പോൾ സഭാ സിനഡ് പുറത്തിറക്കിയിരിക്കുന്നത്. മെത്രാൻമാരെല്ലാം തന്നെ ഒപ്പുവെച്ച ഒരു സർക്കുലറാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഞായറാഴ്ച പള്ളികളിലും ഒപ്പം തന്നെ സഭയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്നും ഇത് മാർപ്പാപ്പയുടെ സന്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തീരുമാനം അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഈ കഴിഞ്ഞ മാസം, അതായത് ഡിസംബർ 25-ന് മാർപ്പാപ്പ ഈ ഏകീകൃത കുർബാന സംബന്ധിച്ചുള്ള വീഡിയോ സന്ദേശം നൽകിയിരുന്നു. മാർപ്പാപ്പയുടെ തീരുമാനം അംഗീകരിക്കുന്ന തരത്തിൽ സഭയിലെ എല്ലാ വിശ്വാസികളും വൈദികരും മുന്നോട്ട് വരണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഏതായാലും സർക്കുലറിൽ നൽകിയിരിക്കുന്നത്. 49ഓളം മെത്രാൻമാരാണ് ഇത് സംബന്ധിച്ച് സർക്കുലറിൽ ഇപ്പോൾ ഒപ്പിട്ടിട്ടുള്ളത്. നേരത്തെ ഈ സീറോ മലബാർ സഭയുടെ അധ്യക്ഷനായിട്ട് റാഫേൽ തട്ടിൽ ചുമതലയേറ്റതിനു ശേഷം ഇപ്പോൾ ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് ഇതിനൊരു സർക്കുലർ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. റാഫേൽ തട്ടേൽ ചുമതലയേറ്റതിനു ശേഷം തന്നെ നേരത്തെ ആദ്യ കാര്യങ്ങൾ, അതായത് സഭയിൽ ഉടനെ പരിഹരിക്കേണ്ടതായിട്ടുള്ള ആദ്യ ചില വിഷയങ്ങളിലായി തന്നെ ഉയർത്തിക്കാട്ടിയിരുന്നത് ഈ കുർബാന തർക്കം തന്നെയാണ്. ഏതായാലും ഞായറാഴ്ച മുതൽ തന്നെ ഈ കാര്യങ്ങൾ നടപ്പിലാക്കണം എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് സഭാ സിനഡ് വിശ്വാസികൾക്കും ഒപ്പം തന്നെ വൈദികർക്കുമായിട്ട് നൽകിയിട്ടുള്ളത്. കിരൺ, ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ നിലവിൽ? രാജീവ്, ഏതായാലും ആ കാര്യങ്ങൾ തന്നെയാണ് ഇനി മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഈ സീറോ മലബാർ സഭയിലെ കുർബാന തർക്കം ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുണ്ടായിരുന്നത് അത് എറണാകുളം അങ്കമാലി അതിരൂപതകളിലായിരുന്നു. പലപ്പോഴും ഈ കാര്യത്തിൽ മാർപ്പാപ്പ ഇടപെടുകയും ഒരു അന്ത്യശാസനം നൽകുകയും ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചില പള്ളികളും വൈദികരും എല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മാർപ്പാപ്പയുടെ പോലും നിർദ്ദേശത്തെ അംഗീകരിക്കാൻ തയ്യാറാകാത്തതായിട്ടുള്ള സാഹചര്യങ്ങൾ കണ്ടിരുന്നു. പിന്നീട് ഈ സഭ അധ്യക്ഷന്റെ സ്ഥാനമാറ്റം അടക്കം ഉള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. ഈ വിമത വൈദികർ മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങൾ അത് വത്തിക്കാനും കൂടി അംഗീകരിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഏതായാലും വത്തിക്കാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ചില നിബന്ധനകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളിലായിട്ടുള്ളത് ഒന്ന് ഈ ഏകീകൃത കുർബാന നടപ്പിലാക്കുക എന്നുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു. ഏതായാലും ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നു. നിർദ്ദേശം അനുസരിക്കാനായിട്ട് ഇനി മറ്റുള്ളവർ കൂടി തയ്യാറാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു സർക്കുലർ സഭാ സിനഡ് പുറത്തിറക്കിയതിനു ശേഷം ഇതുവരെ വൈദികരുടെ വിമത വിഭാഗത്തിന്റെ ഒന്നും തന്നെ ഒരു രീതിയിലുള്ള പ്രതികരണവും വന്നിട്ടില്ല. സാധാരണഗതിയിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ പ്രതികരിക്കാർ ഉള്ളതാണ്. എന്നാൽ ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിന് വിമത വിഭാഗം തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏതായാലും പുതിയൊരു ഏകീകൃത കുർബാന വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് മെത്രാൻമാർ. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തുടരുന്നതിനിടെയാണ് ഏകീകൃത കുർബാന വേണമെന്ന ആവശ്യം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് കിരൺ, കൊച്ചിയിൽ നിന്നും.